എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിര ജോലി നേടാൻ അവസരം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ 6238 ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരളത്തിലും നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ്, ITI തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വിവിധ തസ്തികകളാണിവ. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കാനുള്ള പ്രായപരിധി, ഓരോ തസ്തികയ്ക്കും വേണ്ട വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്നീ 2 കാറ്റഗറികളിലായി 6238 ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്തും ഈ തസ്തികകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് വിവിധ ട്രേഡിലുള്ള ടെക്നീഷ്യൻസിനെ നിയമിക്കുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 വിഭാഗത്തിൽ 183 ഒഴിവുകളും ടെക്നീഷ്യൻ ഗ്രേഡ് 3 വിഭാഗത്തിൽ 6055 ഒഴിവുകളുമാണ് വിജ്ഞാപന പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജൂലൈ 28 ആണ്. RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന തുടക്ക ശമ്പളം 29,200 രൂപയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 വിഭാഗത്തിലേക്കാണെങ്കിൽ ലഭിക്കുന്ന തുടക്ക ശമ്പളം 19,900 രൂപയാണ്. ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 വിഭാഗത്തിലാണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. SC/ST വിഭാഗത്തിനാണെങ്കിൽ 5 വർഷം, OBC വിഭാഗത്തിന് 3 വർഷം, എക്സ് സർവീസ്മാന് 3 വർഷം മുതൽ 8 വർഷം വരെ, PWBD വിഭാഗത്തിൽപ്പെട്ടവർക്ക് 10 വർഷം മുതൽ 15 വർഷം വരെ, അതുകൂടാതെ റീമാരേജ് ചെയ്യാത്ത ഡിവോഴ്സ്ഡ് വുമൻ, വിഡോസ് തുടങ്ങിയവർക്കും പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഇതിന്റെ എല്ലാം വിശദ വിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത SSLCയും ITIയിലുള്ള NCVT ഓർ SCVT അംഗീകൃത സർട്ടിഫിക്കറ്റുമാണ്. അല്ലെങ്കിൽ SSLCയും അതാത് ടെക്നിക്കൽ വിഭാഗങ്ങളിലെ അപ്രന്റീസ്ഷിപ്പ് കോഴ്സ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റുമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകളിലെ വിവിധ ടെക്നിക്കൽ വിഭാഗങ്ങളിലെ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ തസ്തികയുടെയും ഡിപ്പാർട്ട്മെന്റും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ യോഗ്യത അനുസരിച്ച് താല്പര്യമുള്ള തസ്തികകൾ തിരഞ്ഞെടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് 3 ഘട്ടങ്ങളിലൂടെയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ. ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്കും സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. എക്സാം പാറ്റേണും സിലബസും എല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കാം. UR, OBC, EWS വിഭാഗത്തിന് 500 രൂപയാണ് അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ SC/ST, വനിതകൾ തുടങ്ങിയവർക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 2025 ജൂലൈ 30 ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജൂലൈ 28 ആണ്. ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ 2025 ജൂലൈ 28 മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.